ഹലോ ഗൈസ്, നമ്മളൊരു 3 മണിക്ക് ശേഷം പുറത്തിറങ്ങിയതാണ്. ചൂട് കാരണം പാലക്കാട് അടുത്തായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അവിടെ എത്രത്തോളം ചൂടുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒപ്പം ഒരു വല്യമ്മ കയറി. അങ്ങനെ വല്യമ്മ നമ്മളോട് കുറെ നേരം സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പോയി ഡ്രസ്സ് എടുക്കുന്നത് ഒരു കടയല്ല, 2 കടയല്ല, 3 കട നമ്മൾ മാറി കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ രസകരമായിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പോയത് ഉപ്പാക്കും ഉമ്മാക്കും ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഓക്കെ, എന്തായാലും അവരെനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരും. ഇത്ര കാലം പെരുന്നാളായിട്ടും ഇതുവരെ ഞാൻ ഡ്രസ്സ് എടുക്കാതിരുന്നിട്ടില്ല. എന്നാൽ പല പെരുന്നാൾക്കും ഇവർ രണ്ടുപേരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് അവർ ഡ്രസ്സ് എടുത്ത് തരും. അപ്പൊ അതിലെനിക്ക് ഒരു പേടിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സേവിങ്സ് വെച്ചിട്ട് ഞാൻ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നോക്കാതെ അവർക്ക് ഇനി ഒരു ചെറിയ ഒരു തുണിക്കഷ്ണം അവർക്ക് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ വാങ്ങിക്കൊടുത്ത ആ ഒരു ഡ്രസ്സിനോട് അവർക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാകും. സോ പെരുന്നാളാണ് വരുന്നത്, അതുപോലെ മറ്റു പല ആഘോഷങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റി വെച്ചിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കാൻ വേണ്ടി നോക്കുക.